ഈ മൺമറഞ്ഞു പോകുന്ന കലാകാരന്മാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പൊ കുറെ സെലിബ്രിറ്റികളാണെങ്കിലും, പക്ഷെ അവര് മറ്റുള്ളവരെ കൂടെ ജീവിക്കുന്ന എങ്ങനെയാ വെച്ചെങ്കില് നിങ്ങളെ പോലുള്ള കലാകാരന്മാരാണ് കൊണ്ടുവരുന്നത് അല്ലെ. കുറെ സെലിബ്രിറ്റികളുടെ ഫിഗർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഓരോ ഷോകളിൽ വരുമ്പോ ഈ മരിച്ചുപോയ കുടുംബത്തിന് വരുന്ന ഒരു സന്തോഷങ്ങളുണ്ട്, വിഷമങ്ങളും വരാം. പക്ഷെ അതൊക്കെ വരുന്നത് നിങ്ങളെ പോലുള്ള കലാകാരന്മാർ എന്ന രീതിയിൽ മാത്രമാണ്. നമ്മള് ഓരോ ആർട്ടിസ്റ്റുകൾ എടുക്കുമ്പോൾ കൊച്ചിൻ എടുക്കുമ്പോഴും അവരെ ആൾക്കാർ. പക്ഷെ കൊച്ചിൻ ഹനീഫയാണ് ശരിക്കും പറഞ്ഞ കലാഭവൻ കൂടുതൽ ഒരു എനിക്ക് എല്ലാ സ്ഥലത്തും പേര് കിട്ടിയിട്ടുള്ളത് ഹനീഫ്, ആശാൻ എന്ന് പറയാം. ആശാൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, കൊച്ചിൻ ഹനീഫ്ക്കാരുടെ സൗണ്ട് ഡയറക്റ്റ് കൊച്ചിൻ ഹനീഫാട് ഞാന് മറ്റേ ഉമ്മപ്പന്നിന് ഒരിടെ പയ്യൻ അത് തന്നെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു അന്ന്. എന്താ അദ്ദേഹം പറഞ്ഞു? അല്ല ഞാൻ പറഞ്ഞു നമസ്കാരം ഇക്ക, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഇക്കാരെ പോലെ ആൾക്കാരെ എടുത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ എടുത്തോട്ട് തന്നിട്ട്. അപ്പൊ അത് ആൾക്ക് എടുത്തു. അപ്പൊ ആള് ഭയങ്കരാന്ന് പറഞ്ഞു. നമ്മളെ പ്രേക്ഷകർക്ക് ഒരു കാച്ചി കാച്ചി. അപ്പൊ അല്ല ഒരു കാച്ചി കാച്ചി. അപ്പൊ ഞാൻ എന്തായാലും ഹനീഫിക്കാടെ ഒരു വോയിസ്. ആസടെ എന്റെ മനസ്സിലായോ? ഐദ്രോസ് കേരിക്കട ചത്തേ പിള്ളേച്ചൻ കടിയാടിച്ചത് കേട്ട് സത്യമാണോ? തിരുവനന്തപുരത്തെ കൂടെ വിളിച്ചാലോ ആശാനെ സത്യമായിട്ടും. അപ്പോ അങ്ങനെ നമ്മൾ പല വേദിയിൽ എടുക്കുമ്പോൾ ഇപ്പൊ നസീർക്കാടെ പ്രോഗ്രാമിൽ ഞാൻ ഒരു ചെരിയിലുണ്ടായിരുന്നു. അന്ന് നസീർക്കിന്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ കൊച്ചിനെഫ് എടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ ഞാൻ എടുക്കുക. പിന്നെ പലരും ഡയലോഗൊക്കെ മാറ്റാറുണ്ട്. പല ഡയലോഗുകളും അദ്ദേഹത്തിന് ഉണ്ട്. കീരിക്കാടെ ചത്തേ സേതോടെ കാപ്പിടിക്കാൻ കാശ കൊത്തി മടത്തിക്കള ഞാൻ. അപ്പോ ആ ഒരു ചിരികളിലും ആരിതും. അപ്പോ എവിടെ നിന്നാലും ആൾക്കാർ ഒരു ആശനെ എടുക്കേണ്ടത് പറയും. അപ്പൊ ഞാനത് ഒരു മടി കൂടാതെ എടുക്കാറുണ്ട്. ഞാൻ അപ്പൊ അവര് നാദർശക്കാരുടെ ഷോയിൽ പോയപ്പോ അത് നാദർശക്ക് കുറെ ഓർമ്മകൾ പറഞ്ഞു. അതിനാല് നമ്മൾ ഒരാളെടുക്കുമ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് മനസ്സിൽ പതിക്കുന്ന രീതിയിൽ എടുക്കുമ്പോൾ വളരെ ആക്കാതെ അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ മാളച്ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട്. മാളച്ചേട്ടന്റെ അതിനാല് അയ്യോ അയ്യോ ആരാത് മറിയം റഷീദെ പിശാശി പോലെ കൊല്ലിങ് ഞാൻ. അയ്യോ വരട്ടെ അല്ല പോട്ടെ. അയ്യോ എനിക്ക് പേടിയില്ല കേട്ടോ. അയ്യോ എല്ലാരും പേടിച്ചു. അപ്പോ ആ ഒരു നടന്റെ വോയിസ്. പിന്നെ ഞാൻ കൂടുതലും കോമഡി ഉത്സവത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാല് സ്പോട്ടമിങ്ങും ജനാർദ്ദനൻ സാറ് എനിക്ക് എവിടെയും കൊച്ചിനിഫിക്കാടെ പോലെ ഞാനൊരു കോംബോ ആയിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ട് ജനാർദ്ദനൻ സാറും കൊച്ചിനിഫിക്കും കൂടി. അപ്പോ ജനാർദ്ദനൻ സാറ് പറഞ്ഞാല് ഓ എല്ലാവർക്കും നമസ്കാരം, എന്റെ കർത്താവേ വെടികിട്ടെ നീ തങ്കപ്പടല്ലടാ, നീ പൊണ്ടപ്പടാ എന്റെ കർത്താവേ. എടാ എഴുതോ നിന്റെ സിനിമയിൽ എടുത്തടാ. ആശാന എന്റെ സിനിമയിൽ എടുത്ത സത്യമാണോ? എടാ നിന്റെ മാത്രമല്ല എന്റെയും സിനിമയിലെടുത്തു. ഈ ഇരിക്കുന്നത് ആരാന്നറിയാമോ? പൊണ്ടപ്പൻ. നീ പൊണ്ടപ്പനല്ലടാ, നീ തങ്കപ്പൻ. ഓ എന്റെ കർത്താവേ. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് വേദികളിൽ നമ്മളിപ്പോ ഈ ആർട്ടിസ്റ്റുകൾ ചെയ്യും, അതുപോലെ മ്യൂസിക് ഐറ്റംസുകൾ ചെയ്യും. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ വ്യക്തികളൊപ്പം പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പോഴും ചെയ്യുന്നുണ്ട് കുറെ ചാരിറ്റി പ്രോഗ്രാം. ഒരുപാട് മലയാള ടെലിവിഷനിൽ ഏറെക്കുറെ എല്ലാ സ്റ്റേജുകളും കോർഡിനേഷൻ ചെയ്യുന്നത് കലാഭവൻ. ഞാനിപ്പോ ഏകദേശം എനിക്ക് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്യുന്നുണ്ട്. ഫൺ ബേബി എന്ന് പറഞ്ഞിട്ടൊരു പിഷാരുടെ പരിപാടി സൂര്യ ടി വി. പിന്നെ ഒരു ശരി കോമഡി ഉത്സവം ഫൺസ് അപ്പോൺ എ ടൈം അത് കഴിഞ്ഞു. സൂര്യ ടി വിയിൽ ഒരു ഫൺ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഷോ ചെയ്യുന്നുണ്ട്. പിന്നെ കുക്ക് ആൻഡ് കുക്ക് മടിമാരെ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ കുറെ ഷോകൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ നല്ല രീതിയിൽ അതുപോലെ കോർഡിനേഷനുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ബാദുഷക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കുന്നോളം പ്രദേശത്തൊക്കെ ഒരുപാട് കോളേജുകളിലൊക്കെ കുട്ടികളെയും അവർക്കൊക്കെ അങ്ങനെ ഒരു വേദി പങ്കിടാൻ നിങ്ങൾ കാരണമാണല്ലോ
അല്ലെ? അത് സത്യം പറഞ്ഞാല് നമ്മള് ഇതുപോലെ കുറെ കൊതിച്ചിട്ടുള്ളതാണ് ഒരു പ്രോഗ്രാം കാണാൻ, സ്റ്റാർ സിംഗർ കാണാൻ ഉണ്ട്. കാരണം വെച്ചാല് ആ ഒരു വേദിയിൽ ആ ഓഡിയൻസിന്റെ ക്രൗഡ് കാണുമ്പോൾ അവരുടെ സന്തോഷം, ഒരു സെലിബ്രിറ്റിയുടെ ആ ഒരു പ്രോഗ്രാം റിയൽ ആയിട്ട് നേരിട്ട് കാണുകയാണല്ലോ. അതല്ലേ നമ്മളിപ്പോ ഒരു വ്യക്തികളോ സംഘടനകളോ അവരിതിൽ പോകാൻ കൊതിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ ഏകദേശം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞാൻ സിനിമാല എന്ന പ്രോഗ്രാമിലൂടെയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 800 എപ്പിസോഡോളം ചേച്ചിയുടെ ഒപ്പം, ഡയാന സിൽവസ്റ്റർ. അതിന്റെ ചേച്ചി അത് കഴിഞ്ഞിട്ട് വാലക്കണ്ണാണ്ടി എന്നൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി ബഡായി ബംഗ്ലാവ് തുടങ്ങി, എന്നെ വിളിച്ചു. ഏകദേശം 9 വർഷം ഞാൻ അത് ചെയ്തു. ഏകദേശം ഒരു 100-400 കോളേജുകൾ അതിൽ വന്നിട്ടുണ്ടാവും. എനിക്കിപ്പോഴും അതിശയമാണ്. കാരണം ആ പ്രോഗ്രാം എങ്ങനെ ഞാൻ നടത്തി, ഈ ഓഡിയൻസ് വരാൻ തന്നെ എളുപ്പമല്ല. തീർച്ചയായിട്ടും ഏറ്റവും നമുക്ക് ഒരു ടെൻഷൻ അടിക്കുന്ന സംഭവം ഈ ഓഡിയൻസ് വന്നാലേ തുടങ്ങുള്ളൂ. അപ്പൊ മുകേഷേട്ടനും പിഷാരടിക്കും ചോദിച്ചു എവിടെ നിന്ന് ഈ ആൾക്കാരെ കൊണ്ടുവരുന്നു നോക്കാൻ. അല്ലെ കറക്റ്റ് 9 മണിക്കൂടെ എത്തണം. അത് കോഴിക്കോട് നിന്ന് വരും, കണ്ണൂരിൽ നിന്ന് വരും. അതുപോലെ അപ്പൊ കോമഡി ഉത്സവത്തില് കോമഡി ഉത്സവം എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ വന്നത്. ഞാൻ കൂടുതൽ അറിയപ്പെട്ടത് കോമഡി ഉത്സവം. ഈ കോമഡി ഉത്സവം അങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ ഈ പല ഭാഗങ്ങളിലുള്ള കലാകാരന്മാർക്ക് ഒരു വേദിയായിരുന്നത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നതിന് മുന്നേ വീടുകളിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഒരുപാട് ചേച്ചിമാര്, ഒരുപാട് സെലിബ്രിറ്റികളെ സൗണ്ട് എടുക്കുന്ന കലാകാരന്മാര്, സ്വന്തമായിട്ടുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാര്. പക്ഷെ അവർക്കൊന്നും ഒരു വേദി പങ്കിടാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഒരു വേദി പങ്കിടാൻ പറ്റിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു. പ്രത്യേകിച്ച് കോമഡി മാസ്റ്റേഴ്സ്. പക്ഷെ ബാദുഷയ്ക്ക് തന്നെ ഒരുപാട് കലാകാരന്മാരെ ഇതുപോലെ ഞാൻ ഈ ഓഡിയൻസിനെ കൊണ്ടുവന്ന പോലെ കുറെ ആൾക്കാർ വിളിക്കും. അപ്പൊ അവര് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയും ചേട്ടാ വളരെ സന്തോഷം ദൈവത്തിന്റെ. ഞാൻ പറഞ്ഞ ആ ഒരു പ്രാർത്ഥന. തീർച്ചയായിട്ടും. അപ്പൊ അവർക്കൊക്കെ ചിത്ര ചേച്ചിനെ കാണാനും ഫോട്ടോ എടുക്കാനും അതുപോലെ മുകേഷ് ചേട്ടനെ കാണാനും പിഷാരനെ കാണാനും അപ്പോ നമുക്ക് ആ ഒരു സന്തോഷമാണ്. അപ്പൊ അത് കുറെ ആൾക്കാർ എനിക്ക് എവിടെ ചെന്നാലും എനിക്കൊരു ടെൻഷൻ. ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് അവിടെ ഒരു ഗാങ് ഉണ്ട്. അപ്പൊ അവരെടുത്ത് പറയും ചെയ്യും ഞങ്ങളെ ഷോയിൽ കൊണ്ടുപോയാണ്. അതുപോലെ കോമഡി ഉത്സവത്തില് ഇന്ന് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഏകദേശം ഒരു 1500ഓളം ആൾക്കാരെ ഞാൻ ആ ഷോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വിളിക്കും, ഞാൻ പറയും നമുക്ക് അതിൽ അവതരിപ്പിക്കാം. ഇവിടെ ഓഡീഷൻ അടക്കം വെച്ചിട്ടുണ്ട് നമ്മളെ അങ്ങനെ കുറെ ആൾക്കാരെ കൊണ്ട്. ഇന്നിപ്പോ അവരിപ്പോ മഹേഷ് കുഞ്ഞുമോൻ അങ്ങനെ കുറെ ആൾക്കാരെ. കാരണം ഇന്നിപ്പോ വലുതായിട്ട് നിൽക്കുന്ന കുറെ മിമിക്രി ആർട്ടിസ്റ്റുകളെ, കുറെ വയ്യാത്ത ആൾക്കാരെ, കുറെ ആൾക്കാർക്ക് വീടുകൾ കിട്ടി, സ്വന്തമായിട്ട് റോഡുകൾ കിട്ടി അവരുടെ വീട്ടിലേക്ക്. അപ്പോ അത് നമുക്ക് നോക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റി. നമുക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവന് അതൊരു അവസരം കിട്ടി. അവരാ സന്തോഷം കാണുമ്പോൾ ഈ ഒരു നിമിഷം മുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കലാപവാദുഷ്ക ഒരു മുന്നേ വന്നിരുന്നു. അതെ അതെ അതെ. ഞാൻ അതിനോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്താ നീ. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് പുറത്ത് ഇതുപോലെ ഒരു ഫ്രെയിം കിട്ടാൻ കൊതിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു പ്രചോദനമായിരുന്നു കലാപവാദുഷ്ക. തീർച്ചയായിട്ടും. എത്ര നേരത്തെ ഒരു 1500ഓളം ആൾക്കാരുണ്ടാവും ഏകദേശം. അതില് വന്ന കുറെ ആൾക്കാർ അന്ന് ഓഡീഷൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3000 ആൾക്കാരോളം സെലക്ട് ചെയ്തു. പിന്നെ അതിൽ കുറെ ആൾക്കാരെ കൊണ്ടുവരും. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ജഗ്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുന്നു. അതുപോലെ ബബിൾസ്. അത് നമ്മളിവിടെ ഒരു കുന്നോളത്തൊരു പരിപാടിയിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ജഗ്ലിംഗ്. അത് നമ്മളൊരു നിലാവട്ടം എന്നിട്ടൊരു പ്രോഗ്രാം. അതൊക്കെ ആൾക്കാർ കണ്ടപ്പോ നമ്മളെ നാട്ടിൽ വരുന്ന പരിപാടികളുള്ള അവർക്ക് അന്ന് ഗൾഫിൽ ഷോ മാറ്റി വെച്ചിട്ടാണ് എന്നെ നീലവട്ടത്തിൽ വന്നത്. അവര് പറയും ചെയ്ത് ബാദുഷക്ക പറഞ്ഞ കാരണം ഞങ്ങൾ എനിക്ക് വന്നിരിക്ക് എനിക്ക് വേറെ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളെ നാട്ടിൽ അവരെ കൊണ്ടുവരിക. പിന്നെ നമ്മൾ കുന്നംകുളത്ത് ഇപ്പൊ പിഷാരടി പറഞ്ഞൊരു വാക്ക് അവന്റെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് കുന്നംകുളത്ത് വരുമ്പോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബാദുഷനെ കോണ്ടാക്ട് ചെയ്താൽ മതി, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും. അത് മമ്മൂക്കടക്കം കണ്ട ഒരു ഇതാണ്. അത് പിഷാരടി പറഞ്ഞ ഒരു വാക്കാണ്. അത് അവന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞാണ്. അപ്പോ അത് എനിക്ക് കുറെ ആ വീഡിയോ മോനിക്കൊക്കെ അപ്പൊ അത് അവൻ പറഞ്ഞത് 3 വർഷം അവന്റെ ആ ഷോയുടെ പിന്നാലെ നടക്കുന്ന അതിന്റെ വിഷമം അവനക്ക് അറിയാം. ഒരു ഷോ നടത്താന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര പണിയാണ്. ഇത്രയും ആൾക്കാരെ കൊണ്ടുവരിക, അവർക്കുള്ള ഫുഡ്, അവരെ സന്തോഷിപ്പിക്കണം, അവർ നന്നായി പോകണം. അപ്പോ അതെനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇത്രയും കാലം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ കിടന്നൊക്കെ ആലോചിക്കും ഇത് എങ്ങനെ പറ്റുന്നത്. അതൊക്കെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. പിന്നെ നമ്മള് ഇനിയും ഇപ്പോഴും കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്. ആദ്യകാലങ്ങളിലെ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിട്ടില്ലേ? തീർച്ചയായിട്ടും. അത് ഓർക്കുകയാണെങ്കിൽ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് സത്യം പറഞ്ഞാല് അവരെന്നെ വിളിക്കാറുണ്ട്. എനിക്ക് ഗിന്നസ് കിട്ടിയപ്പോ ഏകദേശം ഒരു 1000-400ഓളം 500ഓളം സ്വീകരണങ്ങൾ കിട്ടി. വീട്ടിൽ ട്രോഫി. കലാഭവൻ ബാദുഷ പിന്നീട് ഗിന്നസ് ബാദുഷ. അത് 2018. അത് ഇംഗ്ലണ്ടിൽ നിന്നാണ് വന്നത്. അത് നമ്മള് മറ്റേ എയർപോർട്ടിൽ വന്നു. എന്റെ നാട്ടില് കൊറിയർ ആയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു കുന്നംകുളത്ത് ഗിന്നസ് കിട്ടിയ വേറെ ഒരാളുണ്ട്, സത്താർ എന്ന് പറഞ്ഞ. അതൊരു ബുക്കിലാണ്, ഞാനതൊരു പ്രോഗ്രാമിലാണ്.
അപ്പൊ അത് കിട്ടിയിട്ട് എന്നെ വിളിക്കാത്ത ആൾക്കാര് എനിക്ക് സ്വീകരണം തന്നു. ഏകദേശം ഒരു 10-450 ട്രോഫികൾ. ട്രോഫി വെക്കാൻ സ്ഥലമല്ല ഇപ്പൊ. പറഞ്ഞാല് അത് ഞാൻ എന്റെ മിമിക്രി കാലഘട്ടത്തിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് എല്ലാവരും വിളിച്ചു, ഞാൻ അതുപോലെ പ്രോഗ്രാം ചെയ്യും. അപ്പൊ അത് നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു കാരണം ദൈവം സഹായിച്ച് അത് കിട്ടി. 2018 ഗിന്നസ് അവാർഡ് കിട്ടി. ഗിന്നസ് ബാദുഷായി, കലാപം ബാദുഷായി. എന്ത് ഇത് വന്നാലും നമ്മൾ തന്നെ. കാരണം നമ്മളിപ്പോ അങ്ങനെ ഒരു വലിയൊരാളെന്ന് പറഞ്ഞിട്ട് നടക്കാറില്ല. അഖിലിന് തന്നെ അറിയാലോ. അപ്പൊ നമ്മള് അത് അങ്ങനെ ആയിട്ട് പോകുന്നു. കുന്നോളത്ത് പണ്ടൊരു സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പ്രകാശിന്റെ പടം. തീർച്ചയായിട്ടും. അപ്പൊ അതില് മണിച്ചേട്ടനുണ്ടായിരുന്നു. നമ്മള് അഭിനയിച്ചിരുന്നു. അതുപോലെ നമ്മള് എനിക്ക് മോനൊരാളെ പരിചയപ്പെടുത്തിയാൽ നമ്മളെ ഒടിയന്റെ ഡയറക്ടർ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, ശ്രീകുമാർ മേനോൻ സാറിനെ. നമ്മളത് നമുക്ക് എനിക്കൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിയിൽ എപ്പോഴും നമ്മള് ഞാൻ അന്ന് ബാദുഷക്ക പറഞ്ഞിട്ടാണ് ഞാൻ ഒടിയന്റെ ലൊക്കേഷനിൽ പാലക്കാട് പോയത്. അവിടെ ആ ലൊക്കേഷനിൽ നമുക്ക് പോകാൻ എല്ലാ സജ്ജീകരണങ്ങളായി. ലാൽ സാറിനെ കാണും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. നമുക്കൊരു ഭാഗ്യമാണല്ലോ. അപ്പൊ നമ്മള് പറഞ്ഞാല് നമ്മള് എല്ലാ ആൾക്കാരായിട്ടും നമ്മള് നല്ല കമ്പനിയാണ്. ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും നമ്മള് വിളിക്കുമ്പോൾ നമ്മൾ പോവും, അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഗിന്നസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് തൃശ്ശൂര്. ഗിന്നസ് കിട്ടിയ ആൾക്കാരാണ്. അതൊരു 13 കലാകാരന്മാരുണ്ട്. അവരിപ്പോ ഞങ്ങൾ ഇതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്ന് ഏകദേശം നല്ലൊരു എമൗണ്ട് നമ്മൾ ആൾക്കാരെ സഹായിച്ചു. കുറെ ആൾക്കാർ ജീവിതത്തിലോട്ട് കൊടുന്നു. തെരുവിൽ പാടി നമ്മൾ അതിൽ നിന്ന് ഒരു 5 പൈസ ഫുഡ് അടിക്കാൻ പോലും എടുക്കാതെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇപ്പോൾ ആ സംഘടന ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കുന്നോളത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് അതങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കലാപരമായിട്ടുള്ള കഴിവുകൾക്ക് എന്തൊക്കെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും അത് ചെയ്യാറുണ്ട്. ദൈവം ഇതുവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ എവിടെ പെരുന്നാലും ആൾക്കാർ അറിയുന്നുണ്ട്, ചേട്ടാ അവിടെ അങ്ങനെ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ സഹായിക്കാറുണ്ട്. എന്തൊരു ആവശ്യം വന്നാലും ഞാൻ അതിന്റെ പിന്നാലെ ഉണ്ടാവും. പിന്നെ എല്ലാവരും എന്നെ വിളിക്കും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന കാരണം ഇപ്പോഴും ഈ ഫീൽഡിൽ പിടിച്ചു വെക്കുന്നു. കുന്നോളത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരൻ, അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഇപ്പൊ ശ്രീരാമേട്ടൻ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് കുന്നോളം ബാദുഷ, കലാഭവൻ ബാദുഷ, കുന്നംകുളം. അത് ഒറിജിനലാണ്. അത് പക്കുറിച്ചാട്ട് പണ്ട് ഈ ബാദുഷ കുന്നംകുളത്ത് ഒറിജിനൽ മിമിക്രിക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യമാണ്. അപ്പൊ അവര് പറയണത് അവർക്ക് ഉണ്ടായ ഞാൻ അവരായിട്ടുള്ള ആ ഒരു ബന്ധമാണത്. അപ്പൊ കുറെ നടന്മാരായിട്ടുള്ള ബന്ധമുണ്ട്. ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ആൾക്കാരെ കണ്ടു, പല പല ആൾക്കാരെ കാണാൻ പറ്റി. ഇനിയും നമ്മൾ ആൾക്കാരെ സഹായിക്കാനും എത്രത്തോളം ആൾക്കാരെ നമുക്ക് ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും അത് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളൊരു ഷോ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ കുന്നോളത്തൊരു ഓഡീഷൻ വരുന്നുണ്ട്. ശ്രീ കേരളത്തിന്റെ ഒരു പ്രോഗ്രാം, അത് ബദിനിയിലാണ്. അത് വലിയൊരു ഷോ ആണ്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഷോ ആണ്. അപ്പൊ അത് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. വേറെ ഷോ കോമഡി ഉത്സവം പോലത്തെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒക്കെ ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട്. സത്യം പറഞ്ഞാൽ കുന്നോളത്ത് കുറെ കലാകാരന്മാരുണ്ട്. കുന്നോളം മാത്രമല്ല, ഇന്ന് കേരളത്തിൽ കുറെ കലാകാരന്മാർ ഇനിയും വേദിയിലോട്ട് വരാനുണ്ട്. അവരെ ഞങ്ങൾ ഇനി വരുന്ന ഷോകളിൽ കൊണ്ടുവരും. അത് ദൈവം സഹായിച്ച് അങ്ങനെ പോകുന്നു.